നമ്മളൊക്കെ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ മഴക്കാലമായി നമ്മൾ ഹെൽമെറ്റ് എടുത്ത് വെച്ച് പോകും, മഴയൊക്കെ കൊണ്ട് തിരിച്ച് അതേമാതിരി കൊണ്ടു വെക്കും, പിന്നെ പോകുമ്പോൾ നമ്മളെടുത്ത് തലയിലിടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഇവിടെ എന്തോ ഒരു കുത്തിയ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ ഒരു ഉള്ളിൽ നോക്കി ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകും, ഒന്നും കണ്ടില്ല. വല്ല തേനീച്ചയൊക്കെ ചിലപ്പം ഹെൽമെറ്റിനുള്ളിൽ കയറും നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ. അങ്ങനെ ആണെന്ന് വിചാരിച്ചു, കുറേ നോക്കി കണ്ടില്ല. അങ്ങനെ ഏകദേശം ഒരു 60 കിലോമീറ്ററൊക്കെ ഓടി വീട്ടിലെത്തി. ശേഷം ഹെൽമെറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പരിശോധിച്ച് ഒന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ സൈഡിലും ഗ്യാപ്പിലും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അങ്ങനെ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ അത് നോക്കി. ഉള്ളിൽ ഒന്നും കാണാനില്ല, അതിൻ്റെ ഗ്യാപ്പുകളിലും പിന്നെ കുറേ കൊട്ടി നോക്കി, ഒരു രക്ഷയില്ല, ഉള്ളിലൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വെച്ച് തേനീച്ച തന്നെ ആവുമെന്ന് വിചാരിച്ച്. കാരണം അത് കുത്തിയ ഉടനെ തന്നെ ഞാൻ തട്ടിയപ്പോൾ ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പോഞ്ച് പോലത്തെ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കി. അതിൻ്റെ ഉള്ളിലായിട്ട് തെർമാഗോളിൻ്റെ ആ ഒരു കോട്ടിങ് പോലത്തെ സാധനം ഉണ്ട്. അതിൻ്റെ അടിയിലൊരു 2 ഹോളുണ്ട് കേട്ടോ. ഈ ഹോൾ കണ്ടോ, അതിൻ്റെ ഈ സൈഡിലായിട്ടും 2-3 ഹോളുണ്ട് കണ്ടോ, ഈ സൈഡിലിതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് കയറിയിട്ടുണ്ടാവുമോ എന്നൊരു സംശയം. അപ്പോൾ എന്തായാലും ഒന്ന് വാഷ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ബക്കറ്റിലൊക്കെ അപ്പോൾ ബക്കറ്റിൽ കൊള്ളുന്നത്. അപ്പോൾ നേരെ എന്ത് ചെയ്യും, വാഷിംഗ് മെഷീനിൽ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വെള്ളം തിരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ വെച്ച് വാഷിംഗ് മെഷീനിൽ വെള്ളം ഇങ്ങനെ പൊങ്ങി വന്ന് വെള്ളം ഏകദേശം അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഫുള്ളായപ്പോൾ ഒരു സാധനം കണ്ടിട്ട് പെട്ടെന്നുണ്ട് പുറത്ത് വരുന്നുണ്ട്. അത് നോക്കുമ്പോൾ കരിക്കുന്നതിന് കണ്ട പാടന്നെ മേലും കൈയൊക്കെ ആകെ എന്തോ പോലെ കേട്ടോ. ആ സാധനമായിട്ടാണല്ലോ ഞാൻ അത്രയും സമയം നടന്നിരുന്നതെന്ന് ആലോചിച്ചപ്പോഴേ എന്തായാലും വലിയൊരു കഴിച്ചിലായത്. ഹെൽമെറ്റൊക്കെ നല്ലോണം വാഷ് ചെയ്ത് വെയിലത്ത് ഉണക്കാൻ വെച്ച്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മഴക്കാലമായിട്ട് ഇതിൻ്റെ ഒരു നനവൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ കരിക്കുന്നതിന് അല്ലെങ്കിൽ നല്ല അങ്ങനത്തെ ജന്തുക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കും. നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ എടുത്തു പോകും. അത് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടാലൊക്കെ നമ്മൾ ബേജാറായിട്ട് ചിലപ്പം ആക്സിഡൻറ്റിന് വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഹെൽമെറ്റൊക്കെ ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്യുക. അതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ് ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകുന്നത് നല്ലതാവും. ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ മഴക്കാലത്ത് ഹെൽമെറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും.